അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം സ്വയം തന്നെ ഒരു പൂർണ്ണ സമുദായമായിരുന്നു. അള്ളാഹുവിനോട് ഭക്തിയുള്ളവനും ഏകാഗ്രചിത്തനും അദ്ദേഹം ഒരിക്കലും ബഹുദൈവ വിശ്വാസി ആയിരുന്നില്ല. അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒറ്റക്ക് ഒരു മനുഷ്യൻ എന്നതിന് പകരം ഒരു സമുദായമായിരുന്നു എന്ന് അള്ളാഹു വിശദീകരിക്കുന്നു. ലോകത്തെങ്ങും ഒരു മുസ്ലിമും ഇല്ലാതിരുന്ന ഘട്ടത്തിൽ ഒരു ഭാഗത്ത് അദ്ദേഹം തനിച്ച് ഇസ്ലാമിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് മറുവശത്ത് ലോകം മുഴുവനും അസത്യത്തിൻ്റെ ആൾക്കാരായിരുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ ആ അടിമ ഒരു സമുദായം ചെയ്യുന്ന പ്രവൃത്തികൾ തനിച്ച് ചെയ്തു. കേവലം ഒരു വ്യക്തിയായിരുന്നില്ല അദ്ദേഹം, മറിച്ച് ഒരു പ്രസ്ഥാനമായി. നിങ്ങൾ യഹൂദ ശരീഅത്തിൻ്റെയും മുഹമ്മദീയ ശരീഅത്തിൻ്റെയും വ്യത്യാസങ്ങൾ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ ശരീഅത്തുകൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. മറിച്ച് യഹൂദികൾക്ക് അവരുടെ അനുസരണക്കേടിൻ്റെ ഫലമായി ചില പ്രത്യേക അനുഗ്രഹങ്ങൾ നിഷിദ്ധമാക്കപ്പെട്ടു. അത് മറ്റുള്ളവർക്ക് നിഷേധിക്കേണ്ട കാര്യം ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിൻപറ്റുവാൻ കൽപ്പിച്ചിട്ടുള്ള മാർഗം ഇബ്രാഹിം നബിയുടെ മാർഗമാണ്. യഹൂദികൾക്കിടയിൽ നിഷിദ്ധമായിരുന്ന കാര്യങ്ങൾ ഇബ്രാഹിം നബിയുടെ സമൂഹത്തിന് നിഷിദ്ധമായിരുന്നില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതുപോലെ തന്നെ ഇവർ നോക്കുന്നത് രണ്ടു കൂട്ടരും പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ്. അഥവാ മൂസാ നബി അലൈഹി സ്വലാമും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി. എന്തുകൊണ്ട് ഇവർ തമ്മിലുള്ള മതങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നത് എന്നതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. യഹൂദികൾ ശരിക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മാർഗത്തിൽ പൂർണ്ണമായും പിൻപറ്റിയിട്ടില്ല. അതുപോലെ തന്നെ മക്കയിലെ മുശ്രിക്കുകൾ അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പിൻഗാമികളാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മാർഗത്തിൽ അവർ ഒരുപാട് കാര്യങ്ങൾ വേണ്ടാത്തത് ചേർത്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മക്കയിലെ മുശ്രിക്കുകൾ ഉണ്ടായിരുന്നത്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.